അങ്ങ് ദുബായിൽ വൈറലായിട്ടുള്ള മറിയപ്പാസ് ചീസ് കേക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ദുബായിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്കിത് നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ചെയ്യാട്ടോ. അതുപോലെ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടൻ്റെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ലൈറ്റ് യെല്ലോ കളർ ആവുന്നവരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/3 കപ്പ് പാലും കൂടി, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ 4 വൈറ്റ് ഇല്ലേ, ആ 4 മുട്ടൻ്റെ തന്നെ വൈറ്റ് എടുക്കുക. ഇതിലോട്ട് 1/3 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ക്ഷമയോട് കൂടി തന്നെ ചെയ്യുക. നല്ലപോലെ പതിഞ്ഞ് പൊങ്ങി ഇതുപോലെ വരുന്നവരെ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ എഗ് വൈറ്റിലോട്ട് പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ ഇങ്ങനെ പതിഞ്ഞ് വരും കേട്ടോ. ഇതാണ് നമ്മളെ കേക്കിന് ഏറ്റവും എന്താ പറയുക സോഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെ നമ്മുടെ 2 മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വൈറ്റിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു യെല്ലോ പോർഷനിലോട്ട് മാറ്റിയിട്ട് സ്ലോലി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഒരു സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഓവർ മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു എഗ് വൈറ്റിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലോലി ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കേക്കിന് നല്ല എന്താ പറയുക ഒരു ഫ്ലഫി ആയിട്ട് ഉണ്ടാവുക. ഈ ഒരു വൈറ്റ് പോർഷന് അടഞ്ഞു പോകാമെന്ന് പറയൂലേ, അങ്ങനെ ആവരുത്. ഇതുപോലെ തന്നെ കിട്ടണം. ആ ഒരു വൈറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറാണ്ട്. അപ്പോൾ കൂടുതൽ ഓവറിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് കളയണ്ട. സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലോട്ട് മേളും താഴലുമായിട്ട് കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ എന്തായാലും വെക്കട്ടെ, എന്നാലേ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. എന്നിട്ട് ഇതേ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഒരു 160 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് കേട്ടോ ഫസ്റ്റ് വെച്ചിട്ടുണ്ടായേ. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ ഓരോരുത്തരെ ഓവനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും. ഓവനില്ലെങ്കിൽ നമുക്കിത് എന്താ പറയുക വലിയൊരു പാനിലോ ചെമ്പിലോ ഒക്കെ വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു വലിയ അലൂമിനിയത്തിൻ്റെയൊക്കെ ചെമ്പിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആവുന്നുണ്ട്. ആ ടൈമിൽ നമുക്കൊരു ഫ്രോസ്റ്റിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം വെണ്ണയിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ 1/2 കപ്പ് ക്രീം ചീസില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ തന്നെ കണ്ടൻസ് മിൽക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ക്രീം ലൂസായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. ഇതേ കണ്ടില്ല, ഞാനിങ്ങനെ കുത്തി നോക്കുമ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഓവനിൽ. അപ്പോഴേക്കും കേക്ക് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ട്രയലിൽ നിന്നൊന്ന് വിട്ട്, ഇത് ഓൾറെഡി ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെടിയിച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മൾ ഉണ്ടാക്കിയിട്ട് കേക്ക് ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇത് നല്ല സ്പോഞ്ച് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഷിഫോൺ കേക്കാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചായക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ഇനി നമുക്കിത് 2 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 50 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് 160 ഡിഗ്രിയിൽ.
ഇനി നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത് വെച്ച ഫ്രോസ്റ്റിങ് ചേർത്ത് കൊടുക്കുക. ഇതില്ലേ കുറച്ച് ടൈം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടറൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ അതിനുള്ള ടൈമും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക അത് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് വെച്ച് കൊടുക്കാൻ ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിങ് ചെയ്യാൻ കാരണം ഇത് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിലോട്ടൊക്കെ അബ്സോർബായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ മിൽക്ക് കേക്കെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഉള്ളിലൊക്കെ ഇറങ്ങിയിട്ട് കൂടുതൽ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായി പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് മറ്റേ കേക്ക് ഇതിൻ്റെ ആ ഒരു പകുതി പോർഷനില്ലേ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് ബാക്ക് സൈഡല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്വയർ കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക ക്രീമൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മറ്റേതുപോലെ തന്നെ. അപ്പം വീണ്ടും നമുക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ എന്നിട്ട് വേണം ചീസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചീസ് എന്താ പറയുക വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോൾട്ടഡ് അല്ലാത്തത് വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ചെഡാർ ചീസിൽ തന്നെ നല്ല സോൾട്ട് വരുന്നതുണ്ട് കേട്ടോ. അത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റാതായി പോകും. അപ്പോൾ സാൾട്ട് ഇല്ലാത്ത നോക്കിയിട്ട് വാങ്ങിക്കുക ചീസൊക്കെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചേർത്തിട്ട് പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അത് നമ്മൾ കമൻറ്റിൻ്റെ സൈഡിൽ ഒരു ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ വീഡിയോ കുറച്ചുകൂടി റീച്ച് ആവും. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.